മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്ത് ലീഗും കോൺഗ്രസും നേർക്കുനേർ പോരാടുന്ന പഞ്ചായത്താണ്. 15 വർഷമായി ലീഗ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്താണ് പൊന്മുണ്ടം പഞ്ചായത്ത്. ഏതായാലും ഈ ഒരു ഐക്യത്തിന് വേണ്ടി UDF ആയി മത്സരിക്കുന്നതിന് വേണ്ടി പല ചർച്ചകളും നടന്നു. പക്ഷേ ആ ചർച്ചകളൊക്കെ പൊളിയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ലീഗിൻ്റെ ഈ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി തന്നെ PK മൊയ്തീൻകുട്ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു ഐക്യം തകരാനുള്ള ഒരു കാരണം എന്താണ് ആരാണ് ഇതിൽ ഇടപെട്ടത്? ഇവിടെ കാലങ്ങളായിട്ട് UDF ഉണ്ടായിരുന്നില്ല. UDF എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരും നന്നായിട്ട് UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇഷ്ടപ്പെടുന്ന, അത് നന്നായിട്ട് ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു 8 മാസം മുമ്പ് നമ്മൾ ഈ ചർച്ചയ്ക്കിരുന്നു. പക്ഷേ ഈ ചർച്ച ഇരുന്നല്ലാതെ ഈ ചർച്ചയിലേക്ക് തന്നെ ഇത് വരരുത്, ചർച്ച അലസിപ്പോണം എന്നുള്ള അടിസ്ഥാനത്തിൽ DCC സെക്രട്ടറി, അതേപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻ്റ് അടക്കം പിന്നെ ഇതിന് പരമാവധി പാര വെക്കുന്ന പണിയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗം ഞങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് പറയാൻ കാരണം, ഇതുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ DCCയുടെ ജില്ലാ തലത്തിലുള്ള UDFൻ്റെ യോഗത്തിലേക്ക് ഞങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചു. ഈ യോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ മങ്ങിയ ഒരു അവസ്ഥയിലേക്കാണ് അന്നത്തെ യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടുത്തെ DCCയുടെ മലപ്പുറം ജില്ലാ DCCയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു UDF സംവിധാനം പൊന്മുണ്ടം പഞ്ചായത്തിൽ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം. അതിന് ജില്ലാ നേതൃത്വം, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം അവർ തന്നെയാണ് ഇതിനെതിരായിട്ട് നിന്ന ആളുകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ KPCCയും ഇതിൽ അവരോടൊപ്പം നിന്ന് നോക്കാം. KPCC അടക്കം, KPCC അതേപോലെ തന്നെ DCC അടക്കം അവരുടെയൊക്കെ സമ്മതപ്രകാരം തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പൊന്മുണ്ടം കോൺഗ്രസ് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ലീഗിനേറ്റ് അലയൻസ് അല്ലെങ്കിൽ ഒരു UDF എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവരുത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളുടെ സിറ്റിംഗ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ചർച്ച എന്ന് പറയുമ്പം ആ ചർച്ചയിൽ നിലവിലുള്ള 16 സീറ്റിൽ നമ്മൾ 12 സീറ്റിൽ നിൽക്കുന്നു. അപ്പുറത്ത് 4 സീറ്റാണ് അവർ വിജയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു അലയൻസിലേക്ക് പോകുമ്പം അത് ഒരു റേഷ്യോ വെച്ചിട്ടായിരിക്കും നമ്മൾ ചർച്ചയിലേക്ക് വരിക. എന്നിരുന്നാലും ഇതെങ്ങനെയെങ്കിലും നന്നായി മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തലമുറയിലുള്ള നമ്മൾ ആളുകളൊക്കെ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ നന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഈ ചർച്ച തന്നെ വേണ്ട എന്നുള്ള മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രവർത്തകർ ഇതിന് തടയിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ UDF എന്ന് പറയുന്ന സംവിധാനം ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഇപ്പോൾ ലീഗ് നേതൃത്വം എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ലീഗ് നേതൃത്വം നമ്മളോട് പറയുന്നത് ഇവിടെ ജയിച്ചു വരണം, ഏത് രീതിയിലും നമുക്കിവിടെ ജയിച്ചേ ആവണം, ആ രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് ചിട്ടയോടെ മുന്നോട്ട് പോകണം എന്നാണ് ലീഗ് നേതൃത്വം നമ്മളോട് പറഞ്ഞത്. ഒരു അച്ചടക്കമുള്ള ലീഗ് പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഈ ഒരു സംവിധാനത്തോടു കൂടി എല്ലാ രീതിയിലും നമ്മൾ അനുസരണമുള്ള ഒരു പാർട്ടി പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനോട് സഹകരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലിപ്പോൾ അവർ കോൺഗ്രസും CPM എല്ലാവരും ഒരുമിച്ച് എങ്ങനെയാണ് മത്സരം? ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ മുന്നേ സംവിധാനം ചെയ്ത ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം അത് നിലവിൽ അവരുടെ സീറ്റ് ധാരണകളൊക്കെ ആയി അവർക്ക് സ്വന്തം ചിഹ്നം തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇതിൽ വളരെ വേദനാജനകമായിട്ടുള്ളൊരു വിഷയം പറയാനുള്ളത്, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ നമ്മളൊക്കെ ഇപ്പം ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ കൂടാൻ കഴിഞ്ഞു പോകും. ഇവിടെ കോൺഗ്രസിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ആ പ്രസ്ഥാനത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കാര്യം അവർക്ക് സ്വന്തം ചിഹ്നത്തിൽ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കാണ് 18 സീറ്റിലും മത്സരിക്കുന്നത്. ഞങ്ങളുടെ കോണി ചിഹ്നത്തിലാണ് ഞങ്ങൾക്ക് നല്ല ചിഹ്നം വരെ അനുവദിച്ച് കിട്ടി. പക്ഷേ അവർക്ക് ഇവിടെ ചിഹ്നം വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ചോദിക്കണം അവരോട്. ഇവിടുത്തെ ബ്ലോക്ക് സ്ഥാനാർത്ഥികളായി ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നാസർ, അതേപോലെ തന്നെ സെക്കീന, ഇവർക്കൊക്കെ നമ്മൾ കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. നേരെ മറിച്ച് അപ്പുറത്ത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിട്ടുള്ള സിദ്ദീഖ് പുല്ലാട്ടിലാണ്. അവർക്ക് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നം കിട്ടിയെന്ന് ചോദിക്കണം നിങ്ങൾ. അപ്പോൾ അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ ഈ പഞ്ചായത്തിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ പോണത്. അത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നല്ലവരായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തന്നെ വേദനിപ്പിക്കുന്ന, അവർക്ക് വലിയ വിമിഷ്ടമുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നിലവിൽ ഇവരെ യാത്രയിലൊക്കെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ
രൂക്ഷമായി വിമർശിച്ചത് എങ്ങനെയാണ്? അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ ഇവരൊരു പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. ആ പദയാത്ര നമ്മൾ നേരത്തെ പറയാൻ കാരണം ആ പദയാത്ര തന്നെ ഇവിടുത്തെ DCCയുടെ നേതൃത്വം അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇവിടെ പിന്നെ ആ ജാഥ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ വളരെ രൂക്ഷമായ രീതിയിലുള്ള പിന്നെ വർഗീയ പിന്നെ രീതിയിലുള്ള പിന്നെ മുദ്രാവാക്യങ്ങളായിരുന്നു അതിൽ നിന്നൊക്കെ വന്നിട്ട്. നമ്മുടെ ദേശീയ പിന്നെ നേതൃത്വത്തെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തൊക്കെ ചീത്ത വിളിക്കുന്ന വളരെ വർഗീയപരമായിട്ട് രീതിയിൽ പിന്നെ പറയുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഇതിലൊക്കെ വന്നിരുന്നത്. അതേപോലെ തന്നെ അവർ ആരോപിച്ചിരുന്നത് ഇവിടുത്തെ നമ്മളെ ഈ പഞ്ചായത്തിൻ്റെ പിന്നെ അഴിമതി ആരോപണം, അതേപോലെ തന്നെ അഴിമതി ആരോപണത്തെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും അതിൽ പറഞ്ഞത്. എന്താണ് ഇവർ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്? അതിൽ ഒരു രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ കേൾക്കും. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ പറയുന്ന നേതാക്കന്മാരെ. പഞ്ചായത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടല്ലോ, പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഈ ബന്ധപ്പെട്ട ആളുകൾ വരട്ടെ. അവരെ നേതാക്കന്മാരുടെ മുന്നിലിരുത്തി നമ്മളുടെ ഭരണസമിതിയിലുള്ള ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റും വരും ബന്ധപ്പെട്ട ആളുകളൊക്കെ മുന്നിൽ നിർത്തി നമുക്ക് അവരോട് ചോദ്യം ചോദിക്കാമല്ലോ. ഏതാണ് തെളിവ് സഹിതം നിങ്ങൾ ചോദിച്ചോളൂ, അതിന് അക്കമിട്ട് മറുപടി പറയാൻ നമുക്കുണ്ട്. ഇപ്പോൾ ലീഗിൻ്റെ പ്രതീക്ഷ എത്രയുണ്ട്? എങ്ങനെയാണ് ഈ ഭരണം 15 വർഷമായി, ഇപ്പം എങ്ങനെയാണ് നിലനിർത്താൻ കഴിയുമോ? ലീഗിനെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 15 വർഷത്തിൽ ആദ്യത്തിൽ 9 സീറ്റായിരുന്നു, പിന്നെ 11 സീറ്റായി മാറി, പിന്നീട് 12 സീറ്റിലാണ് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഭരണം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന പുതിയ 2 വാർഡുകൾ വന്ന സ്ഥിതിക്ക് 18 സീറ്റിലാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും നല്ല ഈ രീതിയിലുള്ള ഇവിടെ അവിശുദ്ധ കൂട്ടുകെട്ടുള്ള സ്ഥിതിക്ക് നല്ല ടൈറ്റ് മത്സരം തന്നെയാണ്. എന്നാലും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നല്ല ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഇനിയും ലീഗ് ഒറ്റയ്ക്ക് തന്നെ ഈ പഞ്ചായത്തിൽ ഭരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് തന്നെയാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ഈ KPCCയുടെയും അതോടൊപ്പം DCCയുടെയും പിൻബലത്തോടു കൂടി തന്നെയാണ് പൊന്മുടത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അവരുടെ അനുമതിയോടെയാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ വിമർശനം. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.